മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓറിയൻ്റ് ഗ്രീൻ പവർ കമ്പനി എന്ന് പറയുന്ന പവർ സെക്ടറിൽപ്പെട്ട കമ്പനിയെക്കുറിച്ചാണ്. ഓൾറെഡി 402.3 മെഗാവാട്ട് വിൻഡ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണിത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ ഗുജറാത്ത്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ഒരു പ്രവർത്തനം ഇവർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ എനർജി കമ്പനികൾക്ക്, പവർ ജനറേറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് വളരെയേറെ സാധ്യത വരും കാലങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അതിനെ വെച്ച് തന്നെ ഇന്നത്തെ ഒരു ചാർട്ട് നോക്കിയാൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാകുന്നുണ്ട് ആ ഒരു ആ ഒരു അപ്പ് മൂവ്മെൻറ്റ് അല്പാൽപമായിട്ട് മുന്നോട്ട് കയറി വരുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഏതായിരുന്നാലും ഇതിൻ്റെ ഒരു ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം. ഓറിയൻ്റ് ഗ്രീൻ പവർ കമ്പനി ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 16.70 രൂപ അഥവാ ഒരു 0.62 താഴോട്ടേക്ക് പോയിട്ട് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 3.71% താഴേക്കാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു വൺ ഡേ ഓവർവ്യൂ എടുക്കുകയാണെങ്കിൽ, പെർഫോമൻസിൻ്റെ ഓവർവ്യൂ എടുക്കുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് 16.02, ടുഡേ ഹൈ പോയിട്ടുള്ളത് 16.909 വന്നിട്ടുള്ളത്. അഥവാ 16 രൂപ 2 പൈസയിലേക്ക് താഴോട്ടും 16 രൂപ 90 പൈസയ്ക്ക് മേലോട്ടും അഥവാ ഹൈയേക്കും വന്നിട്ടുണ്ട്. 52 വീക്കിലെ ഹൈ ആൻഡ് ലോ എടുക്കുകയാണെങ്കിൽ 52 വീക്കിൽ ലോ പോയിട്ടുള്ളത് 14 രൂപ 51 പൈസയാണ്. അതുപോലെ തന്നെ ഹൈ എൻഡ് വീക്കിൽ അഥവാ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 31 രൂപ 88 പൈസയാണ്. ഈ ഒരു ഫിഗർ അഥവാ 1 ഇയറിലെ ആ ഒരു 52 വീക്കിലെ ഒരു ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോഫിറ്റ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഈ ഒരൊറ്റ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫണ്ടമെൻ്റൽ സൈഡാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1961 ക്രോറാണ്. പി ഇ റേഷ്യോ TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 72.70, പി ഇ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1.76, ഇൻഡസ്ട്രി പി ഇ റേഷ്യോ നോക്കുകയാണെങ്കിൽ 22.17, ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.54, ROE അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2.40%, EPS TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 0.23, ഡിവിഡൻഡ് ഈൽഡ് 0% ബുക്ക് വാല്യൂ വരുന്നത് 9.53, ഫേസ് വാല്യൂ 10 രൂപയുമാണ് ഉള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ഈ ഒരു കമ്പനിയുടെ ഫണ്ടമെൻ്റൽ സൈഡ്. ഇനി ഫിനാൻഷ്യൽസ് ഭാഗത്ത് കൂടി നോക്കാം. റവന്യൂ, പ്രോഫിറ്റ്, നെറ്റ്വർത്ത്. ഈ ത്രെഡ്സുകളിൽ നമ്മൾ ആദ്യം നോക്കുന്നത് റവന്യൂ എന്ന് പറയുന്ന ത്രെഡ്സാണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് റവന്യൂയുടെ കാര്യം പരിഗണിക്കുമ്പം നല്ല രീതിക്കൊരു ഹൈ പെർഫോമൻസ് കാഴ്ചവെച്ചത് ഈ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 2023 സെപ്റ്റംബർ 2024 സെപ്റ്റംബർ ക്ലോസ് ചെയ്യുമ്പോഴാണ്, സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ചാർട്ടിൽ മനസ്സിലാക്കാൻ പറ്റും. 2023 സെപ്റ്റംബർ ക്ലോസ് ചെയ്യുമ്പം, സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ 124 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ. 2023 ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ വല്ലാതെ താഴെ പോയിട്ട് 38.18 കോടിയായി ചുരുങ്ങിയിട്ടുണ്ട്. 2024 മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ 39.12 കോടി രൂപയായിട്ട് അല്പം ഒന്ന് ഉയർന്നിട്ടുണ്ട്. 2024 ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 68.39, അല്പം ഒന്ന് ജീവൻ വെച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ആ ഒരു ക്വാർട്ടറിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ആണ് 2024 സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ 126 കോടി. നമ്മളതിൻ്റെ ഒരു കണക്കെടുക്കുമ്പം 2023 സെപ്റ്റംബർ ക്വാർട്ടറിനെ അപേക്ഷിച്ച് വലിയ താഴേക്ക് പോക്കൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു ബിഗ് ആയിട്ടുള്ള ഒരു ഹൈ ജമ്പ് നടത്തിയിട്ടുണ്ട്. 126 കോടി രൂപ എന്ന് പറയുമ്പം സെപ്റ്റംബർ ക്വാർട്ടറിനെ അപേക്ഷിച്ച് 2 കോടി രൂപ അധികത്തിലാണ് നമുക്ക് ക്വാർട്ടറിൽ ബേസ് ചെയ്തിട്ടുള്ള സെപ്റ്റംബർ 2024 ക്വാർട്ടറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 2020-24 വരെയുള്ള 5 വർഷത്തെ റവന്യൂയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2020 കമ്പനിക്ക് 389 കോടി രൂപയാണ്. 2021 263 കോടി രൂപയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ 2022 എന്ന വർഷത്തേക്ക് വരുമ്പോൾ 315 ഉയർന്നിട്ടുണ്ട്. 2023 വരുമ്പോൾ 290 കോടി രൂപയായിട്ട് വീണ്ടും തൽക്കാലം ഒന്ന് താഴേക്ക് പോയിട്ടുണ്ട്. അതിലും താഴേക്കാണ് 2024 281 കോടി രൂപയാണ് കാണുന്നത്. ഇനി അടുത്ത പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കുന്നില്ല, ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വർഷം മാത്രം താഴേക്ക് മൈനസായിട്ട് പോയിട്ടുണ്ട്. ബാക്കി എല്ലാ വർഷവും അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട്. 2020 37.05 കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ്. പക്ഷേ 2021 എത്തുമ്പം -50.71 -50.71 കോടി രൂപ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അഥവാ അത്രയും
മൈനസായാണ് ചെയ്തിട്ടുള്ളത്. 2022 കാര്യം നോക്കുകയാണെങ്കിൽ 46.55 2023 കാര്യം നോക്കുകയാണെങ്കിൽ 35.10 കോടി രൂപയാണ് പ്രോഫിറ്റ് ഉള്ളത്. 2024 വരും 38.430 കോടി രൂപ. അഥവാ താഴേക്ക് പോയതിന് ശേഷം പിന്നെ ഒരു പുനർജന്മം അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള ഒരു തിരിച്ചുവരവ് കമ്പനിക്ക് സാധ്യമായിട്ടുണ്ട് റവന്യൂ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ. ഇനി നെറ്റ്വർത്തിൻ്റെ കാര്യം നോക്കാം. ഇയർലി ബേസ് ചെയ്തിട്ട് 2020, 21, 22, 23, 24 വർഷങ്ങൾ അഥവാ 5 വർഷത്തെ കണക്കെടുക്കുമ്പോൾ നമുക്കിങ്ങനെ വ്യക്തമാകാൻ പറ്റും. ഈ ചാർട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. 2020 കമ്പനിക്ക് 502 കോടി രൂപയാണ് നെറ്റ്വർത്ത്. 2021 446 കോടി രൂപയും 2022 480 കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് 2023 എത്തുമ്പം 515 കോടി രൂപ. നെക്സ്റ്റ് 2024 പോയപ്പം 781 കോടി രൂപയിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. അഥവാ നല്ല ഒരു ഹൈ ഫിഗർ കോട്ട് ചെയ്തിട്ടുള്ളത് 2024 റവന്യൂയുടെ കാര്യം പറഞ്ഞതുപോലെ. ഇതാണ് ഒരു ഫിനാൻഷ്യൽ സൈഡ് നമുക്ക് ഈ കമ്പനിയെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. ഏറ്റവും പ്രധാനമായി മറ്റൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻ എനർജി എന്ന് പറയുന്നത് വലിയ സാധ്യതയുള്ള കമ്പനി അല്ലെങ്കിൽ സാധ്യതയുള്ള മേഖലയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അതിലേക്ക് നോട്ടം ഇടുന്നുണ്ട് എന്നുള്ള ചില ആർട്ടികളിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതുപ്രകാരമാണ് നമുക്കിതിൽ ചെറിയൊരു പ്രതീക്ഷ. പക്ഷേ നമ്മളുടെ പ്രതീക്ഷ എത്രത്തോളം പെട്ടെന്ന് റിസൾട്ടാക്കി തരുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിലൊരു പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റിയ ഒരു മേഖലയാണ് ഈ പവർ സെക്ടർ. അതിൽ തന്നെ ഈ ഇതുപോലെയുള്ള റിന്യൂവൽ പവറായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. കാരണം പവറില്ലാതെ ഒരു കാലത്തും മനുഷ്യന്മാർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെയൊക്കെ പ്രധാന കാര്യം ഈ ഒരു കമ്പനിയുടെ ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ സ്ട്രോങ് എത്ര ഉണ്ടെന്നും കൂടി നോക്കിയിട്ടായിരിക്കും. അതിൽ നമ്മൾ തിട്ടപ്പെടുത്തുന്നത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കാറുണ്ട്. ഈ കമ്പനിയുടെ ഗ്രീൻ എനർജിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ കമ്പനി ഓണേഴ്സിന് അത്യാവശ്യം നല്ല മതിപ്പുണ്ടെന്നുള്ളത് ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 71.14% 71.14% റിറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലാണുള്ളത്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തിരക്കേടില്ലാത്ത അഥവാ 50 30 അടുത്തെങ്കിലും വേണം, എങ്കിലും 26.89% പ്രൊമോട്ടേഴ്സ് സൂക്ഷിക്കുന്നുണ്ട്. അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 1.35% സൂക്ഷിക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പ്രൊമോട്ടേഴ്സ് വെക്കുന്ന ഒരു ഹോൾഡിംഗ് പാറ്റേൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു 26.89. പിന്നെ അതർ ഡൊമസ്റ്റിക്കിൻ്റെ കാര്യത്തിലാണ് വളരെ താരതമ്യേന വളരെ കുറവാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലാണെങ്കിൽ 0.62%. അഥവാ പേരിന് മാത്രം നമ്മളും സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറയും മാത്രമുള്ളൊരു ഫിഗർ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ ഫോറിൻസ് വലിയ രൂപത്തിലുള്ള വാങ്ങിക്കൂട്ടലുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ എപ്പം എന്നുള്ളത് പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയാത്ത കാലത്തോളം നമുക്കതിലേക്ക് തലവെച്ച് കൊടുക്കുമ്പോൾ കൂടുതലൊന്ന് ശ്രദ്ധിക്കലെന്നതായിരിക്കും. ഇതൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. നിങ്ങൾ നിങ്ങളുടേതായ അനലൈസ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ വാങ്ങാവുള്ളൂ. ഇനി വിൽക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടേതായ ഒരു തീരുമാനങ്ങൾ നിങ്ങളുടെ പഠനത്തിന് ശേഷം ഉണ്ടാകണം. ഇതൊരു കേവലം സൂചന വീഡിയോസാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.